പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പൂരം എന്ന് പറയുന്ന സിനിമയിൽ അത് നൈറ്റാണ് കൂടുതൽ ഷൂട്ടിംഗ്. നെടുമുടി വേണുചേട്ടൻ സംവിധായകൻ. അപ്പോൾ ഈ നൈറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എനിക്കും ഉണ്ണിയേട്ടനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് നൈറ്റ് കഴിഞ്ഞിരുന്നാലും പകലധികം ഞാൻ കിടന്നുറങ്ങാറില്ല. ഓടിപ്പോയാൽ ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഫ്രീ ആണ്. ഒടുവിൽ ഏട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചിരുന്ന അടുത്ത ഒരു ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് താമസം. അടുത്ത ഒരാളെ വിട്ട് തബല സംഘടിപ്പിച്ച് ജഗന്നാഥൻ ചേട്ടനും കൂടെ ഉണ്ട്. ജഗന്നാഥൻ ചേട്ടൻ്റെ അടുത്ത് പാട്ട് കംപ്ലീറ്റ് പുള്ളി കമ്പോസ് ചെയ്തിട്ട് ജഗന്നാഥൻ ചേട്ടൻ്റെ അടുത്ത് വരികൾ എഴുതാൻ പറഞ്ഞു. ജഗന്നാഥൻ ചേട്ടൻ കുറച്ചൊക്കെ അല്ലേ കേട്ടിട്ടില്ലേ, കുറച്ചൊക്കെ എഴുതി. അന്ന് ലോഹിതദാസ് എഴുതിയ 2 വരി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അത് ഉണ്ണിയേട്ടൻ കമ്പോസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഹാർമോണിയത്തിൽ വെച്ച്. അത് 2 വരി എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ആര്യമാവിനെ സ്നേഹിച്ച പൂവേ സൂര്യകാന്തി പൂവേ, ആര്യമാവിനെ സ്നേഹിച്ച പൂവേ സൂര്യകാന്തി പൂവേ. ഇത്രയും അന്ന് കമ്പോസ് ചെയ്തതിൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല പിന്നെ പുള്ളി ഒരു വലിയ MGRന്റെ ഫാനായിരുന്നു. അറിയാമോ അത്? ഇല്ല, അതും അറിയില്ല. ഇപ്പൊ പറഞ്ഞൊന്നും അറിയത്തില്ല. MGR ഇത് ഞാൻ പ്രേക്ഷകരോടും കൂടെ പറയണേ, ഇത് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് നമ്മൾ കണ്ട കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ ഓർമ്മ. ഇതൊക്കെ ഏതോ ഹോട്ടൽ മുറികളിൽ 4 ചുമരുകൾക്കുള്ളിൽ ഇവര് നമ്മൾ കണ്ട സിനിമയുടെ ആളുകൾ, നമ്മൾ സ്ക്രീനിൽ കണ്ട ടൈറ്റിൽ കാർഡുകളിൽ കണ്ട ആളുകൾ ഉള്ള സ്വകാര്യ നിമിഷങ്ങളിലുള്ള സന്തോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. വലിയ കാര്യമാണ്. MGRന്റെ കടുത്ത ആരാധകനെന്നോ ഫാൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. 12ാമത്തെ വയസ്സിൽ മൂത്ത സഹോദരിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെയോ മറ്റോ മാല മോഷ്ടിച്ച് പണയം വെച്ച് ചെന്നൈയിലേക്ക് വണ്ടി കയറി. 12ാമത്തെ വയസ്സിൽ അവിടെ പോയി. വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. 2 പേരും കൂടെ പോയി അവിടെ വാഹിനി സ്റ്റുഡിയോ, എത്ര 60 രൂപ എന്തോ കിട്ടി. 60 രൂപ. ഈ 60 രൂപയും കൊണ്ട് ട്രെയിൻ കയറി ചെന്നൈ പോയി. വാഹിനി സ്റ്റുഡിയോയിൽ പോയാൽ MGRനെ കാണാമെന്ന് പറഞ്ഞു. അവിടെ കോടമ്പക്കത്ത് പോയി വാഹിനി സ്റ്റുഡിയോ പോയി. MGRനെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിന് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 50 പൈസയോ മറ്റോ ആണെന്ന് ഈ ടാക്സി ഫെയർ ആയിട്ട്. അന്ന് ഓട്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ടാക്സി ഒക്കെ എടുത്ത് സ്റ്റുഡിയോയിൽ കാണാൻ ശ്രമിച്ചു. MGRനെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പൂരം ആ ദിവസങ്ങളിലെ ഷൂട്ടിങ്ങിൽ MGRന്റെ സോങ്സ് എന്നെ വിട്ട് പാടിക്കും. ഹാർമോണിയുണ്ട്, തബലയുണ്ട്. ഇപ്പൊ വേറെ കൂട്ടുകാർ പുള്ളി എവിടെ ചെന്നാലും മാലയോഗം സമയത്ത് അറിയാമല്ലോ, ആറ്റിങ്ങലിലെ ഹോട്ടലില് കൂട്ടുകാരിങ്ങ് വരും. ചിലർ ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുവരും, പിന്നെ ചിലർ കുപ്പിയും കൊണ്ടുവരും. അതുകൊണ്ട് അപ്പൊ അതിനെ ഞാൻ പറയും ഉണ്ണിയേട്ടാ അത് കൂടുതൽ അല്ല, നാളെ വർക്കുണ്ട് 2 നിർത്തുന്നു. നമ്മൾ ഈ 6ാം നമ്പരനൊക്കെ കാണുമ്പോഴാണ് ഈ നടക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ലേലും ഈ ലാലേട്ടനൊക്കെ ഇരുന്നങ്ങ് പറയുമല്ലോ, ഇന്ന് രാത്രി ഒരു റമ്മ്, അത് കഴിഞ്ഞിട്ട് ഹബീബുള്ള സ്ട്രീറ്റിൽ പോകുന്നു, കിഷൻ റാത്തോട് പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് നമുക്ക് സിനിമ കേട്ടല്ലോ. ഇതിപ്പോ അതുപോലെയാണ്. രാവിലെ ഇവിടെ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പിന്നെ ഗാനങ്ങളാണ്. MGR സോങ്സിന് എന്നെ വിട്ട് പാടിക്കും. ഞാൻ ഓർത്തെടുത്ത് ചില പാട്ടുകളൊക്കെ പാടും. പുള്ളി അത് ഹാർമോണിയം കൂടെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും. പാട്ട് എത്രത്തോളം നീതി പുലർത്തിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഉണ്ണിയോട്ട് ഓക്കെ എന്നൊക്കെ പറയും. கல்யாண நாள் பார்க்க சொல்லலாமா, நாம் கையோடு கை சேர்த்து கொள்ளலாமா, செல்லாத இடம் பார்த்து செல்லலாமா, சிந்தாமல் சிதறாமல் அள்ளலாமா, கல்யாண நாள் பார்க்க சொல்லலாமா, நாம் கையோடு கை சேர்த்து கொள்ளலாமா, செல்லாத இடம் பார்த்து செல்லலாமா, சிந்தாமல் சிதறாமல் அள்ளலாமா, கல்யாண நாள் பார்க்க சொல்லலாமா, நாம் கையோடு கை சேர்த்து கொள்ளலாமா. സൂപ്പർ. പാട്ടിനിടയിൽ ഒരിക്കലും സ്ക്രിപ്റ്റിൽ എഴുതാൻ സാധ്യതയില്ലാത്തൊരു സാധനം കണ്ട് അത് എവിടുന്ന് വന്നാന്ന് അറിയാൻ വേണ്ടി. ഇനി മേലെപ്പറമ്പിലാണ് വീട്ടില് ഈ വിനു ചക്രവർത്തി വന്നിട്ട് നീങ്ക നല്ല പാടുവേ എന്നൊക്കെ പറഞ്ഞ് പാടാൻ പറയുമ്പം ചേരാൻ മടക്കി കുത്തും. അപ്പൊ നീ അടിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ തല്ലാൻ പോവാണോ പാടാൻ വേണ്ട. അത് എങ്ങനെ കിട്ടിയ സാധനം? അതുണ്ടായിരുന്നോ? രഘു എഴുതിയത് തന്നെയാണ്. രഘുനാഥ് പലേരിയാണല്ലോ സ്ക്രിപ്റ്റ്. അതെ, അത് എഴുതിയ ഡയലോഗ് തന്നെയാണ്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു മോഡുലേഷൻ ഒരു രക്ഷയില്ലാത്തതാണ്.
കാരണം ഒരാൾ പാടാൻ വേണ്ടി ഒന്ന് മടക്കി കുത്തുമ്പോ നീ അടിക്കാൻ പോകണോ എന്ന് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങൾ എനിക്ക് തോന്നുന്നത് പിൻഗാമി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നല്ല എണ്ണയൊക്കെ ഇട്ട് ജിംനാസ്റ്റ് ചെയ്യാണ്, ഭയങ്കര ജിംനാസ്റ്റ് ചെയ്യണം. അപ്പം ലാലേട്ടൻ ഒരു എൻഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ കറക്റ്റ് എൻ്റെ പോക്കുഴലിന്റെ ബാക്കിൽ പോയി കുറേ നേരം പുള്ളി ഭയങ്കര സാധനം ഇട്ട് ഡയലോഗുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. കുറേ ഡയലോഗ് വിട്ട് ആ സീൻ എൻഡില് ലാലേട്ടൻ ഇത് സ്റ്റാർട്ടാക്കി പോകുമ്പം അവിടെ മീനാമ്മയോ സുമാനിയമ്മയോ ലളിതാമ്മയോ ആരോ ഒരാൾ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവര് മീനാമ്മയെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് പറയുമ്പോൾ മാറി എന്നോ അതിന്റെ പുക കൊണ്ട് വല്ലതും തെറിച്ച് പോകാൻ നിൽക്കണ്ടെന്ന് നിൽക്കുമ്പോൾ പുള്ളി ആ ഒരു റിയാക്ഷൻ ഇടുന്നുണ്ട്. ഇതിന്റെ പുക അടിച്ചിട്ട് തെറിച്ച് പോകണ്ടെന്ന് പറയുമ്പോഴേ ഇത് രസമായിട്ടാണ് അത് ചെയ്യുന്നത്. വീണപാട് വീണമായി എന്നുള്ള പാട്ടില് എനിക്ക് വാർദ്ധക്യപുരാണം. ഇഷ്ടപ്പെട്ട വാർദ്ധക്യപുരാണം വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗമുണ്ട്. ആ വയലിൻ വായിച്ചുകൊണ്ടാണ് അങ്ങനെ വയലിൻ വായിച്ചല്ല, ആ ഫീമെയിൽ വോയിസിന് ഫീമെയിൽ ലിപ്പ് വോയിസ് കൊടുക്കുന്നു. സോറി ലിപ്പ് കൊടുക്കുന്നു. ഫീമെയിൽ വോയിസിന് ലിപ്പ് ചെയ്തുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഡ്രാമ ഡയറക്ടറും കൂടെയാണ്. രാമാടൻ അത് ഭരതം പറഞ്ഞല്ലോ, ഭരതത്തിൽ ഘടം ഉം. വായിക്കുന്നുണ്ട്. ഘടം വായിക്കുന്നത് നല്ല കച്ചേരി, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ പഠിച്ച ഒരാൾക്ക് പറ്റുന്ന പരിപാടിയിലാണ്. ഘടം മറച്ചു പിടിച്ച് കൈ പിടിക്കാനൊന്നും പറ്റില്ല. എല്ലാ വൈഡിലും നല്ല ഘടം വായിക്കുന്നുണ്ട്. സല്ലാബ് എന്ന് പറയുന്ന സിനിമയില് ഈ പൊന്നിൽ കൊളിച്ചു എന്ന മറ്റേ പാട്ടിടും ഒരു കമ്മറ്റിക്കാരനാണ്. ഒരു ക്രോസിംഗ് ഉണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടെ, വെറുതെ ഇങ്ങനെ എന്ന് കാണിച്ചിട്ട് ഭയങ്കര തിരക്കുള്ള ഒരാളെ പോലെ ഒരു ക്രോസിംഗ് പോകുന്നുണ്ട്. ദിലീപേട്ടൻ വന്നിട്ട് വെള്ളയും വെള്ളക്കിട്ട് ഇറങ്ങുമ്പം ചോദിക്കും, നീ എന്റെ തൊണ്ടയ്ക്ക് വയ്യ, ഒരു എന്തോ ഉപ്പും മറ്റേന്നും കൂടി തൊണ്ടയില്ലേ, കുയിൽനാദം പറഞ്ഞിട്ട് കുയിൽനാദം കാണിച്ചു കൊടുക്കും. ഈ CAD മൂസ് പോലെയുള്ള ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ഇപ്പൊ നമ്മളിരുന്ന് പറയുമ്പം ഇനി വിട്ടുപോകാൻ പാടില്ലാത്തൊരു കഥാപാത്രം ഉള്ളത് തലേണ മന്ത്രത്തിൽ ഒരു ഡാൻസ് മാഷുണ്ട്. ഒരു ശൃംഗാരവും ചെറിയൊരു സ്ത്രൈണതയൊക്കെ ആയിട്ട് ശ്രീനേട്ടന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി വരും. അപ്പൊ ഇയാള് വരുമ്പം ശ്രീനേട്ടൻ വീട്ടിലില്ല. അപ്പൊ ഉർവശി ചേച്ചിയുടെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ട് ചെറുതായിട്ട് അശ്ലീലം പറഞ്ഞ് അടുക്കള വരെ പോവും. ഒരു കുട്ടിയേ ഉള്ളൂ, അതെ, എന്തേ രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് വെച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉർവശി ചേച്ചി അടുക്കളയിലോട്ട് പോകുമ്പോ അടുക്കളയിൽ വരും, ഒരു വലിയ വടിയെടുത്ത് അടിക്കുമ്പം ഓടി ഇങ്ങ് വന്നിട്ട് ആ ഗേറ്റ് വരെ ഫുൾ സ്പീഡ് ഗേറ്റ് കടന്നതും വളരെ നോർമലായിട്ട് മുടി കാട്ടി സുഖമായിട്ട് നടന്നു വന്നിട്ട് ശരിയാ, അതോർക്കുന്നുണ്ട്. അല്ലേ. എത്രയോ കഥാപാത്രങ്ങള്